ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോറക്സിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഓർഡേഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതിൽ ടോട്ടൽ 5 ടൈപ്പ് ഓർഡേഴ്സ് ആണുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നതാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ട്രേഡിൽ ബൈ ഓർ സെൽ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ അപ്പോഴുള്ള മാർക്കറ്റ് പ്രൈസിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ബൈ ഓർ സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നമുക്ക് ട്രേഡ്സ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇൻസ്റ്റന്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നോർമലി ഇനി പറയാൻ പോകുന്ന ബൈ ലിമിറ്റ് ഓർഡേഴ്സും സ്റ്റോപ്പ് ഓർഡേഴ്സും എന്ന് പറയുന്നത് നമ്മൾ ലൈവായിട്ട് മാർക്കറ്റിൽ ഇല്ലെങ്കിൽ പോലും മാർക്കറ്റ് ആ ഒരു ലെവലിൽ എത്തുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രേഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈ ലിമിറ്റ് ഓർഡർ ആണ്. ബൈ ലിമിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിന്റെ താഴത്തെ ലെവലിൽ നിന്ന് നമുക്കൊരു ബൈ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പ്ലേസ് ചെയ്ത് വയ്ക്കുന്നതാണ് ബൈ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വൺസ് നമ്മൾ വയ്ക്കുന്ന ലെവലിലോട്ട് മാർക്കറ്റ് എത്തുന്ന ടൈമിൽ നമ്മുടെ ബൈ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. അടുത്ത സെൽ ലിമിറ്റ് ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിന്റെ എബോ മേളിലാണ് നമ്മൾ ഒരു സെൽ ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ പ്ലേസ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് ഈ ഒരു സെൽ ലിമിറ്റ് ഓർഡേഴ്സ്. അപ്പോൾ മാർക്കറ്റ് വൺസ് നമ്മൾ ലിമിറ്റ് സെറ്റ് ചെയ്തേക്കുന്ന ലെവലിലോട്ട് എത്തുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സെൽ ഓർഡർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇതാണ് ലിമിറ്റ് ഓർഡേഴ്സ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നോക്കുന്നത് സ്റ്റോപ്പ് ഓർഡേഴ്സ് ആണ്. സ്റ്റോപ്പ് ഓർഡേഴ്സ് ബൈ സ്റ്റോപ്പ് ഉണ്ട്, സെൽ സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ബൈ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിന്റെ മേളിലായിട്ടാണ് നമ്മൾ ഒരു ട്രേഡ് ബൈ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു ലെവലിലോട്ട് നമുക്ക് ഓർഡർ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് ഈ ഒരു ബൈ സ്റ്റോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ബൈ ലിമിറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിന്റെ താഴെ സെറ്റ് ചെയ്യുന്നതും ബൈ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസിന്റെ മേളിൽ സെറ്റ് ചെയ്യുന്നതുമാണ് ബൈ സ്റ്റോപ്പ് എന്നും പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത് സെൽ സ്റ്റോപ്പ് ഉണ്ട്. സെൽ സ്റ്റോപ്പ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിന്റെ താഴെ നമുക്ക് സെല്ല് പ്ലേസ് ചെയ്ത് വെക്കുന്ന ഓർഡർ ആണ് ഈ ഒരു സെൽ സ്റ്റോപ്പ്. അതായത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന പ്രൈസിന്റെ താഴത്തെ ലെവലിലാണ് നമ്മൾ സെല്ല് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലാണ് ആ ഒരു ലെവലിൽ നമ്മൾ അവിടെ സെൽ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റ് പ്രൈസിന്റെ താഴെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതാണ് സെൽ സ്റ്റോപ്പ് ഓർഡേഴ്സ്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിന്റെ മേളിലാണ് നമ്മൾ സെൽ ലിമിറ്റ് ഓർഡേഴ്സ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റ് ഓർഡേഴ്സും സ്റ്റോപ്പ് ഓർഡേഴ്സും. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ പോയി പ്ലേസ് ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 മെത്തേഡ്സിൽ നമുക്ക് ട്രേഡിലോട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ബാക്കി പറഞ്ഞിട്ടുള്ള 4 മെത്തേഡും നമ്മൾ ലൈവായിട്ട് ചാർട്ടിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ലെവലിലോട്ട് എത്തുമ്പോൾ നമ്മുടെ ട്രേഡ് അവിടെ എക്സിക്യൂട്ട് ആവും. അപ്പോൾ ഇതൊക്കെയാണ് ലിമിറ്റ് ഓർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള മറ്റ് യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.